ആര് റിപ്പീറ്റ് ചെയ്യണം എന്നാണ്. നിങ്ങൾ എന്താണ്, ഏത് കരിയർ. ആ സമയത്ത് കരയാൻ നിൽക്കരുത്, അതൊന്നും എവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. ഹായ് ഡിയർ സ്റ്റുഡൻസ്, റൈസ് നെസ്കിയാണ്. ഈ സമയത്ത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻട്രൻസ് കിട്ടാൻ സാധ്യതയില്ലാത്ത കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വെച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഏകദേശം അതേ കട്ട് ഓഫ് ആയിരിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ കുറച്ച് കൂടിയിരിക്കുക, ഒരു 10 മാർക്കോ മറ്റോ. എന്നിരുന്നാലും അങ്ങനെ കിട്ടാത്ത കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കാണാവുന്ന എല്ലാ വീഡിയോകളിലും, എല്ലാ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സും ഇടുന്ന വീഡിയോകളിലൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ വരുമെന്നും സ്കോളർഷിപ്പ് തരാമെന്നും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്യണ്ടായിരിക്കും. അത് പറഞ്ഞിട്ട് അതിനൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആര് റിപ്പീറ്റ് ചെയ്യണം എന്നാണ്. റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്ന കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്ന കാര്യം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇത് 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾ ഏത് കരിയറിലേക്കാണ് റിപ്പീറ്റ് ചെയ്തിട്ട് എത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഡോക്ടർ ആണോ, എഞ്ചിനീയർ ആണോ, അതോ സയൻസിൽ മറ്റെന്തെങ്കിലും കരിയർ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്താണ്, അതായത് നിങ്ങളുടെ DNA എന്താണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഏത് സ്ഥാപനമാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 ഫാക്ടേഴ്സ് ആണ് നിങ്ങളുടെ റെപ്പറ്റീഷന്റെ റിസൾട്ടിന് തീരുമാനിക്കുന്ന 3 കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ പോയിന്റും വളരെ വിശദമായി ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ. നോക്കൂ, ഒരു പക്ഷേ എന്റെ കസിൻ ഡോക്ടർ ആയിരിക്കാം, എന്റെ കസിൻ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ എന്റെ ബ്രദർ എഞ്ചിനീയർ ആണ്. ഒരു പക്ഷേ അയാൾ വിചാരിച്ചൊരു ജോലി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എഞ്ചിനീയറിംഗിന് വലിയൊരു സ്കോപ്പ് ഇല്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കും. ഇതൊന്നും ഒരു പക്ഷേ ശരിയായിക്കൊള്ളുന്നില്ല. 1-2 ഫാക്ടേഴ്സ് എടുത്ത് തീരുമാനിക്കേണ്ട കാര്യമല്ല ഇത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഫസ്റ്റ് ഫാക്ടറിലേക്ക് കിടക്കുന്നത് ഏത് കരിയർ, അതായത് എഞ്ചിനീയറിംഗ് ആണോ, അതോ മെഡിസിൻ ആണോ, അതോ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ആണോ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം പറയാം, മെഡിസിൻ. ഇതിൽ മെഡിസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5-5 കൊല്ലം പഠിക്കാനുണ്ട്. പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കാനുണ്ട്. അതിന്റെ ശേഷം പിന്നെ എല്ലാവരും പറയും മെഡിസിൻ എടുക്കണതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എല്ലാവരും പറയുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ PG എടുക്കണ്ടേ പിന്നെയും പഠിക്കേണ്ടതെന്നാണ്. ഞാൻ എല്ലാ കാലത്തെ വീഡിയോയിലും എല്ലാ കാലത്തും കുട്ടികളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർബന്ധിക്കപ്പെട്ട് എടുക്കുന്ന കാര്യമല്ല. MBBS കഴിയുമ്പോൾ നിങ്ങൾ ഡിഗ്രി എടുത്തിട്ടേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്നും നിങ്ങൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ആവണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരിക്കും. എല്ലാ പോസ്റ്റ് ഗ്രാജുവേഷനും 2 വർഷമാണെങ്കിൽ മെഡിസിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ 3 വർഷമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ എന്താണെന്ന് അറിയോ, ഇപ്പൊ സർജറി എടുത്തൊരു കുട്ടിയാന്ന് വെച്ചോളൂ, ആ കുട്ടിക്ക് ന്യൂറോ സർജൻ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു വരാം. അപ്പൊ അത് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. പിന്നെയും പഠിക്കേണ്ടേ ചോദിക്കുകയാണെങ്കിൽ പിന്നെയും പഠിക്കണം. കാരണം സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഒരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. പഠിക്കുന്ന കുട്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി പഠിത്തം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാനും ഒരു 24 മണിക്കൂർ ഫുൾ ടൈം ആയിട്ടുള്ള ഒരു കരിയറാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മെഡിസിൻ ചൂസ് ചെയ്തോളൂ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. മെഡിസിന് സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അതിൽ പാഷനേറ്റ് ആണെങ്കിൽ, നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ താങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് നോക്കിയിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. മെഡിസിൻ നല്ല ഓപ്ഷനാണ്. 2 കാര്യങ്ങളാണ് ഞാൻ എല്ലാ കാലത്തും പറയാറുണ്ടല്ലോ. നാട്ടിലുള്ള സമൂഹത്തിലെ അസുഖങ്ങൾ മാറ്റുക എന്നുള്ളതിന്റെ അപ്പുറത്ത് നിങ്ങൾ ഡോക്ടർ ആവുന്നത് നിങ്ങളുടെ ഒരു പൊസിഷനും കൂടി മനസ്സിൽ വെച്ചിട്ടാണ്. ഈ ഓണേഴ്സ് പ്രൈഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ എനിക്കൊരു ഡോക്ടർ ആവണം, ഞാൻ സമൂഹത്തിന് മുന്നിൽ ഒരു വൈദ്യശാസ്ത്ര വിദഗ്ധനാണ്, അസുഖങ്ങൾ മാറ്റുന്ന ആളാണ്. എല്ലാവരും എന്താ അറിയോ പറയുക, നിങ്ങൾക്ക് ലോകത്ത് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആരോഗ്യത്തിൽ ഒരു പ്രോബ്ലം എത്തുന്നത് വരെ എന്നാണ്. അസുഖം വരികയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരേ ഒരു പ്രോബ്ലം അസുഖം മാത്രമാണ്. അതർവൈസ് ബിസിനസ് അങ്ങനെയാണ്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ റിട്ടേൺസ് 100 പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അസുഖം വരുമ്പോൾ നമുക്ക് അസുഖം മാത്രം ഒറ്റ പ്രോബ്ലം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും സമൂഹത്തിൽ ഡോക്ടർക്ക് അതിൻ്റെ ആയിട്ടൊരു പൊസിഷൻ കിട്ടും. കാരണം അയാൾ അസുഖം മാറ്റുന്ന ആളാണ്. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് പോകാൻ ഉദ്ദേശിക്കുന്നു. 5 വർഷം കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും, നന്നായിട്ട് പഠിക്കേണ്ടി വരും. 50% പാസ്സാവാൻ തന്നെ കിട്ടേണ്ട ഒരു പരീക്ഷയാണ്. അതാണ് മെഡിസിന്റെ പ്രത്യേകത. അത് ഡോക്ടറായിട്ട് എത്തിയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആൾക്കാരെ നിങ്ങൾ അംഗീകരിക്കാൻ കുറെ കാലം സമയമെടുക്കും. എല്ലാ കാലത്തും ഞാൻ പറഞ്ഞ പോലെ സെറ്റിൽ ചെയ്യാൻ തീർച്ചയായിട്ടും സമയമെടുക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു നിയമം അനുസരിച്ച് ഇന്ത്യയുടെ MBBS ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടില്ല. മറ്റൊരു പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. PG എടുക്കണമെങ്കിൽ പരീക്ഷ എഴുതേണ്ടി വരും മാത്രമേ ഉള്ളൂ. മറ്റു പരീക്ഷകൾക്കൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. എന്തായാലും അസുഖങ്ങളും ലോകത്തുണ്ടായിരിക്കും. ആൾക്കാർ എപ്പോഴും അവനെ പറ്റി കൺസേൺ ആയിരിക്കും. അതുകൊണ്ട് MBBS ആയാലും അതുപോലെ തന്നെ ഡെന്റിസ്ട്രി ആയാലും നിങ്ങൾക്ക് അതിലൊന്നും ബുദ്ധിമുട്ട് വരില്ല. ജീവിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റും. ഒറ്റ കണ്ടീഷനുകളും എനിക്ക് നിങ്ങളോട് പറയാൻ, കഴിഞ്ഞിടത്തോളം മെറിറ്റോറിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. കാരണം ഒന്നുകിൽ 28,000 ഫീസ്, അതല്ലെങ്കിൽ 8 ലക്ഷം ഫീസ്, ഇങ്ങനെ 2 ഫീസിന് ഇടയിൽ കിടന്ന് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ പിന്നെ നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റോറിയസ് ആയിട്ട് പഠിക്കാൻ മാത്രം മെനക്കെടുക. MBBS എടുത്ത് പുറത്തു വരുന്ന സമയത്ത് വലിയൊരു ലോണോ വലിയൊരു ഫിനാൻഷ്യൽ ബാധ്യതയോ തലയിൽ വെക്കാതിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ റാങ്കുകളിലേക്ക്, ആദ്യ മാർക്കുകളിലേക്ക് എത്തേണ്ടി വരും.
ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. 14 മണിക്കൂർ 15 മണിക്കൂർ പഠിക്കേണ്ടി തന്നെ വരും, തുടർച്ചയായിട്ടുണ്ടാവും. നിങ്ങൾ ചില പരീക്ഷകൾ നന്നായിട്ട് പഠിച്ച് എഴുതിയിട്ടുണ്ടാവും, മാർക്ക് കുറയും. ആ സമയത്ത് കരയാൻ നിൽക്കരുത്, പിന്നെ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് വേണം എടുക്കുക കാണിക്കേണ്ടി വരും. അതാണ് മെഡിസിൻ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ പ്രത്യേകത. എനിക്ക് മെഡിസിൻ ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ മെഡിസിൻ ഓടിപ്പോയി ചെയ്യേണ്ടതല്ല. ഈ മെഡിസിന് എന്നെ വേണമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഇതാണ് ഒരു കാര്യം. ഇനി എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പഠിക്കാൻ ജനറലി അത് എളുപ്പമാണ്. അങ്ങനെ തോൽക്കുക എന്നുള്ളൊരു പ്രശ്നമൊക്കെ വളരെ ഉഴപ്പണ കുട്ടിക്ക് പറ്റുമെന്നല്ലാണ്ട് സാധാരണ ഇതിൽ തോൽക്കാനും തോൽപ്പിക്കാനൊക്കെ സാധ്യത കുറവാണ്. 4 വർഷത്തെ കോഴ്സ് എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ടാവുക, ഒരു ലോജിക് സെൻസ് ഒക്കെ ഉണ്ടാവുക. മാത്സിൽ ടോപ്പർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എഞ്ചിനീയർ ആവാൻ. പക്ഷേ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ടാവുക, ലോജിക് സെൻസ് കുറച്ച് കൂടുതൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിന്ന് വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, 4 വർഷം കഴിഞ്ഞതിന് ശേഷം അത് ഇന്റർവ്യൂ എന്തായാലും ആവശ്യപ്പെടും. നിങ്ങൾക്ക് മിടുക്ക് എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള നിങ്ങളിപ്പോ എടുത്തിരിക്കുന്ന ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ചിലെ മിടുക്ക് എന്ത് എന്ന് തീർച്ചയായിട്ടും അസസ് ചെയ്യപ്പെടും. മെഡിസിൻ സാധാരണ ഇതിൽ അത് വരില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS കഴിഞ്ഞൊരു കുട്ടി ഒരു ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന എന്നെ സ്ഥലത്താണ് പഠിച്ചു, വെരി ഗുഡ്, നാളെ നമുക്ക് ചാർജ് എടുത്തോളൂ എന്ന് പറയാന്നല്ലാണ്ട് അതുവരെ ഇരുന്നുള്ള കുറെ ക്വസ്റ്റ്യൻ ചോദിക്കലും അങ്ങനത്തെ ഒക്കെ വളരെ അപൂർവമായിരിക്കും. എഞ്ചിനീയറിംഗ് അതല്ല. എന്തായാലും അവിടെ തീർച്ചയായിട്ടും ഒരു കടമ്പുണ്ട്. നിങ്ങളെക്കാൾ മിടുക്കനായിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂ ഇരിക്കുക. അതുകൊണ്ട് തന്നെ 4 വർഷം സബ്ജക്ട് നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. കാരണം ഇത് മാർക്ക് എവർ ചേഞ്ചിങ് ആണ് എഞ്ചിനീയറിംഗ്. പക്ഷെ ഒരു മെച്ചം ഞാൻ പറഞ്ഞു തരട്ടെ, യൂണിവേഴ്സൽ സിറ്റിസൺ ആക്കി തരുമോ? അതൊരു സംശയമില്ല. കാരണം നമ്മളെ ബിടെക് നമുക്ക് എവിടെയും പ്രാക്ടീസ് ചെയ്യാം, ലോകത്ത് എവിടെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഇന്ത്യൻ ബിടെക് വളരെ നല്ല കോഴ്സായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, വെറും ബിടെക് ഇല്ലാണ്ട് മുന്നോട്ട് പോകുമ്പോൾ PG എടുക്കാനും സ്പെഷ്യലിസ്റ്റ് ആവാനും തീർച്ചയായിട്ടും നിങ്ങൾ മെനക്കെടേണ്ടി വരും. പക്ഷെ അത് എളുപ്പമാണ് കുറച്ചുകൂടെ. പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയുടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ എഞ്ചിനീയർക്ക് PG എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നേരെ അവിടെ ചെല്ലുക, കരിയർ നിങ്ങളെ കാത്തിരിക്കണ്ടാവും. പക്ഷെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. പുതിയ ചേഞ്ചസ് വരും, പുതിയ കുട്ടികൾ വരും. യങ് ജനറേഷൻ എല്ലാ ദിവസവും കയറി വരും, നിങ്ങളെക്കാൾ മിടുക്കനായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. 45 വയസ്സിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം, എത്ര പൈസ നിങ്ങൾക്ക് ബാങ്കിലിടാം, അതിനുശേഷം ജീവിതം എങ്ങനെ കൊണ്ടുപോകാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. ഈ എഞ്ചിനീയറിംഗ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരിക്കും. ഇനി അല്ല, നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവാനാണോ ആഗ്രഹം? ശരിക്കും സയന്റിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നോക്കൂ, അത് അതുപോലെ തന്നെ വളരെ പാഷനേറ്റ് ആയിട്ട് സയന്റിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മാത്രം പോകാനുള്ള സ്ഥലമാണ്. കാരണം അത് നെവർ എൻഡിങ് ആണ്, അത് എവർ ചലഞ്ചിങ് ആണ്. അതിൽ റിട്ടയർമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, സ്ഥിരമായിട്ടൊരു ജോലി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരുപക്ഷെ നമ്മൾ പുതിയ പ്രോജക്റ്റ് മറ്റൊരു പ്രോജക്റ്റിലേക്ക് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കേണ്ടി വരും. എന്റെ ഫാദറിലോ പണ്ട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ റൂംമേറ്റിനെ ഞാൻ ആഴ്ചകളോളം കാണാറില്ല എന്നാണ്. കാരണം ഇദ്ദേഹം ലാബിൽ പോണ സമയത്ത് അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ച് ഒരു നോട്ട് എഴുതി വെക്കും, ഇതാ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചോളൂ. ഇയാൾ വന്ന് കിടന്നുറങ്ങുമ്പോൾ മറ്റേ ആൾ പോയിട്ടുണ്ടാവും. അത് ഒരിക്കലും ഒരേ റൂമിലാണ് താമസിക്കുന്നത്. ആ 2 പേർക്ക് ഒരിക്കലും ഒന്നിച്ച് കാണാൻ പറ്റാതെ ആഴ്ചകളോളം ഇരുന്നിട്ടുണ്ടെന്ന്. കാരണം ആ റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും വളരെ പെയിൻ ഉണ്ടാക്കുന്നതാണ്, സമയം കൺസ്യൂം ചെയ്യുന്നതാണ്. പക്ഷെ കാര്യമുണ്ട്, അത് എന്നും ചലഞ്ചിങ് ആണ്. അപ്പൊ ആ കോഴ്സ് ആവട്ടെ, ഈ 3 തരത്തിലുള്ള പ്രൊഫഷൻ നിങ്ങൾ ജനറലി സയൻസിൽ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ 3 സ്ഥലത്തേക്കാണ് ജനറലി എത്തിപ്പെട്ടുണ്ടാവുക. ഒന്നുകിൽ ഈ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്, അതല്ല എങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്, അതല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്. ഈ 3ഉം റിസർച്ചിലേക്ക് എത്തിക്കാട്ടോ. എന്നിരുന്നാലും നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്, യാതൊരു സംശയവും വേണ്ട. അത് നിങ്ങളെ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഒരു അപ്പർ ലെയറിൽ, അതിന്റെ ഏറ്റവും ഉയർന്ന ലെവലിൽ തന്നെ പ്രതിഷ്ഠിക്കും എന്നുള്ളത് സംശയമില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ 3 കാര്യത്തിലും, ഇപ്പൊ എന്റെ കൂടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ നടക്കാറുണ്ട്, എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ കൂടെ സയന്റിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. മറ്റൊരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ആ പരിചയപ്പെടുത്തുമ്പോൾ ആ കേൾക്കുന്ന ആളുടെ മുഖത്ത് അല്ലെങ്കിൽ അയാളുടെ കണ്ണിലൊരു തിളക്കുണ്ടാവും. ഈ കുട്ടി ഇത് എന്നെ ആളാണ്, എന്റെ സ്റ്റുഡന്റ് ആണ്, ഗൂഗിളിലാണ് എന്ന് പറയുന്ന സമയത്ത് വാവ് എന്ന് പറയുന്നത് മറ്റേ ആൾ, ഇയാൾ സ്റ്റേറ്റ്സിലാണ്, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായിട്ടായ കുട്ടിയാണ്, ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ അത് ആ വാവ് ഫാക്ടർ ആ ജീവിതത്തിൽ എല്ലാ കാലത്തും നിങ്ങൾ കോൺഫിഡൻസ് തന്നുകൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിരുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കിയിട്ട് നീ ഒരു മിടുക്കനാണ്, നീ നേടിയവനാണ് എന്ന് സ്വയം പറയാൻ നോക്കൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇതൊന്നും പുറത്തുനിന്ന് അപ്രിസിയേഷൻ വരേണ്ട കാര്യങ്ങളെ ആയിക്കൊള്ളുന്നില്ല. ഒരു ഡോക്ടറെ ചികിത്സിക്കുന്ന പേഷ്യന്റിന് ഓർമ്മ പോലും ഉണ്ടാവില്ല ഈ ഡോക്ടറെ. അതുപോലെ തന്നെയാണ് എഞ്ചിനീയർ. നമ്മൾ ഒരു മികച്ച ഫോൺ എന്ന് പറയുമ്പോൾ ആ ഫോണിലേക്ക് എത്താൻ വേണ്ടി എത്ര എഞ്ചിനീയേഴ്സ് എത്ര കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അതിനൊന്നും താങ്ക്സ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാം, എനിക്ക് ഇത്ര പേറ്റന്റ് ഉണ്ട്, ഞാൻ അതിൽ ഇത്ര മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ടുപിടിച്ച് ചില കുട്ടികൾ പറയുന്നത്, സാർ ISROയിൽ ഇന്ന ആ ഒരു റോക്കറ്റ് വിട്ടില്ലേ, അതിന്റെ പ്രോജക്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയും. അതൊന്നും എവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവാനുള്ളതാണ്. അതിന്റെ കൂടെ ധാരാളം കാശും ഉണ്ടായിരിക്കണം.
ജീവിച്ചു പോകാൻ ഈ 2 കാര്യങ്ങൾ വേണം. അഭിമാനത്തോടെ ജീവിച്ചു പോകാൻ അത് ഈ 3 കോഴ്സുകളും ഈ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കരിയറുകളും നിങ്ങൾക്ക് തന്നിരിക്കും, ഒരു സംശയം വേണ്ട. അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിയറിൽ എപ്പോഴും നിങ്ങൾ വളരെ കൂടുതൽ സമയം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അപ്പുറത്ത്, നിങ്ങളിപ്പോ എന്നെ ഒരു കല്യാണത്തിന് വിളിക്കുകയാണ്, നിങ്ങളുടെ ഒരു ഹൗസ് വാമിംഗ് ആണ്, സാറ് വരണം, ഞാൻ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് എമർജൻസി കോൾ ഒന്നും, നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അത് സർജറി ചെയ്യാൻ പോയി, അവിടെ വരുന്ന സമയത്ത് ആളവിടെ ഇല്ല. അതുപോലെയൊക്കെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, ഞാൻ ചില കുട്ടികളൊക്കെ ഇപ്പോഴും കോൺടാക്ട് ചെയ്തിട്ട് കണ്ടിട്ട് 10 വർഷമായിട്ടുണ്ടാവും. കാരണം അവർ ഭൂലോകത്തിന്റെ മറ്റേതോ സ്ഥലത്താണ്, പക്ഷെ അവർ എപ്പോഴും വിളിച്ച്, ജർമ്മനിയിൽ നിന്ന് എപ്പോഴും വിളിക്കും, എന്തെങ്കിലും കാര്യം പറയും. ചില കുട്ടികൾ എന്നെ വിളിച്ചിട്ട്, സർ ഞാൻ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടിയുടെ പറഞ്ഞോളൂ, ഞാൻ സ്പോൺസർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട് എനിക്ക്. അവരൊന്നും ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവർ ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടാവും. അവരവരുടെ പേരൻസിനെയും കണ്ട് തൊട്ടടുത്തുള്ള വല്ല കല്യാണം അറ്റൻഡ് ചെയ്ത് അവർ തിരിച്ചു പോകുമ്പോഴേക്കും അവർക്ക് കോഴിക്കോട്ടേക്ക് നിന്ന് വരാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണ്. പക്ഷേ ഇത് കരിയർ ജീവിതമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടി വരും. ഇതാണ് ഈ 3 കരിയറിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഇത് ചെയ്യാൻ, ഈ കരിയർ ചൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെ മാറണം, അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. താങ്ക് യു.